റിലീസായ കട്ടപ്പാടത്തെ മാന്ത്രികൻ സിനിമയുടെ ടിക്കറ്റ് വേണോ? അല്ലമാനയിലോട്ട് വന്നോളൂ. അതെന്തുകൊണ്ട് അങ്ങനെയെന്നല്ലേ? അതിനുള്ളൊരു കാരണം കൂടെ ഉണ്ട്, വരൂ പറഞ്ഞുതരാം. സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു താരങ്ങളൊക്കെ അഭിനയിക്കുന്ന അവരുടെ സിനിമയാണ്. അത് മാത്രമല്ല, വെഞ്ഞാറമൂടിൽ നിന്നും ഒരു പ്രൊഡ്യൂസർ കൂടി വരികയാണ്. അതായത് വെഞ്ഞാറമൂട്ടിലെ ഒരു 5 വർഷക്കാലമായിട്ട് ഒരു ബിസിനസ്സൊക്കെ നടത്തുന്ന ഒരു അല്ലമാന ഗ്രൂപ്പ്, അദ്ദേഹത്തിൻ്റെ പുതിയൊരു സംരംഭമാണ് ഈ പറയുന്ന സിനിമ, അതായത് കട്ടപ്പാടത്തെ മാന്ത്രികൻ. പ്രൊഡ്യൂസർ മാത്രമല്ല, നടനുമാണ് കേട്ടോ. നമസ്കാരം. നമസ്കാരം. ഇന്നലെ വരെ ഒരു അല്ലമാന സ്വർണ്ണക്കട മുതലാളി എന്നുള്ള രീതിയിലാണ് അറിയപ്പെട്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അതാ ഒരു സിനിമാ നടൻ, അത് മാത്രമല്ല ഒരു പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിലേക്ക് വരികയാണ്. എങ്ങനെയുണ്ട് റെസ്പോൺസ് ഒക്കെ? റെസ്പോൺസ് വളരെ നല്ലതാണ്. അപ്പോൾ ഞങ്ങളങ്ങനെ ഒരു പുതിയ മേഖലയും കൂടെ ചുവടുവയ്ക്കാമെന്ന് വിചാരിച്ച്, എന്തായാലും ജനങ്ങളുടെ അഭിപ്രായങ്ങളെ മാനിച്ചാണ് സത്യം പറഞ്ഞാൽ ഞാനൊരു പ്രൊഡ്യൂസർ ആയത് തന്നെയാണ്. പിന്നെ അതുപോലെ നമ്മളുടെ ഒരു പുതിയ സംരംഭമായ കഫേ അമാന ഞങ്ങൾ വരുന്ന സെപ്റ്റംബർ 5-ാം തീയതി ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾ ഫിലിം കാണണമെങ്കിൽ നമ്മൾ അടുത്ത സിന്ധു തിയേറ്ററിൽ പോയി തീർച്ചയായിട്ടും ഫിലിം കാണാവുന്നതാണ്. നമ്മൾ ടിക്കറ്റ് നമ്മളെ ഷോപ്പിലും അവൈലബിൾ ആണ്. നമ്മൾ പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും നമ്മൾ ടിക്കറ്റ് ഫ്രീ ആയിട്ട് കൊടുക്കാറുണ്ട്. നമ്മൾ കൊടുക്കുന്നുണ്ടല്ലേ? തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും നമ്മൾ ഫ്രീ ആയിട്ട് സിനിമ ടിക്കറ്റ് കൊടുക്കുന്നുണ്ട്. നിങ്ങളൊക്കെ ഇത് ഈ പ്രേക്ഷകരായ നിങ്ങളെല്ലാം കണ്ട് ഇത് വൻ വിജയമാക്കി തീർക്കുകയും ചെയ്യണം. അതൊരു അഭ്യർത്ഥനയാണ്. സിനിമ പ്രമം എനിക്കുണ്ട്. സിനിമ പാട്ട് കേൾക്കാനും സിനിമ കാണുവാനൊക്കെ ഭയങ്കരമായ ഇൻട്രസ്റ്റാണ്. സമയത്തിൻ്റെ പരിധി കൊണ്ട് അതിൽ നിന്ന് വിട്ടു നിൽക്കുകയായിരുന്നു. നേരത്തെ 1-2 ടെലിഫിലിമുകൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പണ്ട് മുതലേ ഒരു കലാവാസന ഉണ്ടായിരുന്നു അല്ലേ? തീർച്ചയായിട്ടും കലാവാസന വേണമല്ലോ. അതും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ലോകത്ത് നിലനിൽക്കാൻ പറ്റുള്ളൂ. ഒരു സന്തോഷം ഈ നടൻ വിനോദ് കോവൂര്, പിന്നെ സുമിത്ത്, പുള്ളി കോഴിക്കോട്ടുകാരനാണ്. പിന്നെ അതുപോലെ നീമ മാത്യു, അവർ പലങ്ങളും അഭിനയിച്ചിട്ടുള്ളവരുമാണിത്. നല്ല അഭിനയങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് നമ്മുടെ ഒരു വലിയ ബഡ്ജറ്റൊന്നും ഇല്ലാതെ ഒരു മീഡിയം ബഡ്ജറ്റിൽ എന്തായാലും ഒരു എല്ലാ ഫാമിലിക്കും ഒരുമിച്ചിരുന്ന് കാണാൻ പറ്റിയ ഒരു ചിത്രമാണിത്. കട്ടപ്പാടത്തെ മാന്ത്രികൻ എന്നാണ് ഈ ചിത്രത്തിൻ്റെ പേര്. കഥാപാത്രം അവതരിപ്പിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞാനതിൽ ഒരു ടീച്ചറായിട്ടാണ് ഞാനതിൽ അഭിനയിച്ചിരിക്കുന്നത്, വേഷമിട്ടിരിക്കുന്നത്. ഞാൻ പ്രൊഡ്യൂസറും പിന്നെ അതിനകത്ത് അഭിനയിക്കുന്നുമുണ്ട്. ചിരിപ്പിക്കാനായിട്ട് കുടുംബസമേതം പോയിരുന്ന് ചിരിക്കുവാനായിട്ടുള്ള എല്ലാ സാങ്കേതിക മികവും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കട്ടപ്പാടത്തെ മാന്ത്രികൻ ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ തിയേറ്ററിൽ പോയി തന്നെ ഈ ഒരു സിനിമ കാണുക. ഇതുപോലെയുള്ള കലാകാരന്മാർ, ഈ സോഷ്യൽ മീഡിയ വഴി വരുന്ന പുതിയ തലമുറയുണ്ട്, അവരെയൊക്കെ വിജയിപ്പിക്കുക. ഇതുപോലെയുള്ള പ്രൊഡ്യൂസർമാരും ഒക്കെ സ്വന്തം നാട്ടിലെ പ്രൊഡ്യൂസർമാരാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമ എല്ലാവരും തിയേറ്ററിൽ പോയി കാണണമെന്നാണ് പറയുവാനുള്ളത്. അല്ലമാന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത പരിശുദ്ധ BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ കമനീയ ശേഖരമാണ്. ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ബിഷാര ടവർ നിയർ KSRTC ബസ് സ്റ്റാൻഡ്, വെഞ്ഞാറമൂട്.